type guys. Hello. Yo, what's up guys? It's me Gamal and welcome back to the video. അപ്പം ഞാൻ നമ്മുടെ പി സി ഒരു ഗെയിമൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്ക് കമൻറ്റ് വന്നായിരുന്നു നമ്മുടെ പി സിയിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് എല്ലാം ഒന്ന് പരിചയപ്പെടുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തോ ടൈപ്പ് സോഫ്റ്റ്വെയർ ആണോ, എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണോ, അതോ ഗെയിമിംഗ് സോഫ്റ്റ്വെയർ ആണോ നിങ്ങൾക്ക് ടൂളിന് വേണ്ടി, അതോ എല്ലാ സോഫ്റ്റ്വെയറോടെ പരിചയപ്പെടുത്തുക. കമൻറ്റ് വന്നില്ലേ നമുക്ക് എല്ലാ സോഫ്റ്റ്വെയറും കൂടെ ചെയ്യാം. കമൻറ്റ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആടെ ഇപ്പം തന്നെ പോയി കമൻറ്റ് ചെയ്യുക. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പം തന്നെ പോയി കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയർ ആണ് വേണ്ടിയത്. അപ്പോൾ നമ്മുടെ ഈ പി സി വാങ്ങിച്ചത് ഗീക്ക് ബോക്സിൽ നിന്നാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതാണ്. ഇപ്പം ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടെ ഈ ഐ ബട്ടണിൽ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഈ ഐ ബട്ടണിൽ അതേ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ അതേ ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതേ ക്ലിക്ക് ചെയ്ത് ഒന്ന് പോയി കാണുക. ഇപ്പം നമ്മൾ ഈ പി സിയുടെ കൂടെ നമ്മൾ പെരിഫറൽസ് ആയിട്ട് ഓർഡർ ചെയ്ത് ഈ മോണിറ്റർ, ഇത് ബെൻക്യൂവിൻ്റെ GW2283 എന്നൊരു IPS പാനലുള്ള മോണിറ്ററാണ്. ഈ മോണിറ്ററിൻ്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് നമ്മുടെ ചാനലിലൂടെ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ മോണിറ്റർ എടുത്തു, ഇത് വാല്യൂ ഫോർ മണി ആണോ, അത് നല്ലൊരു ചോയ്സ് ആണോ, IPS മോണിറ്റർ ഞാൻ എന്തുകൊണ്ട് എടുത്തു, പിന്നെ ഇതിൽ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് എന്നുള്ള ടെക്നോളജി ഉണ്ട്, അത് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്പർ വെയിറ്റ് കിട്ടുവാണ്. ഇപ്പം ഞാനിത് എടുത്തേക്കുന്ന ഒരു 22 ഇഞ്ച് മോണിറ്ററാണ്. ഇതിൽ 27 ഇഞ്ച് ഉണ്ട്, ഒരു 20 ഇഞ്ച് ആണെന്ന് തോന്നുന്നു. ഇതൊരു മിഡിലേക്ക് മോട്ടറാണ്. ഇതിൽ 20, 27, ഇത് 22. അപ്പം സെയിം ഫീച്ചർ ആണല്ലോ വരുന്നത്. അപ്പം നിങ്ങൾ 27 എടുക്കുവാണെങ്കിലും 20 എടുക്കുവാണെങ്കിലും ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ബെൻക്യൂവിൻ്റെ ഈ മോട്ടർ എടുക്കണം, ഈ IPS മോട്ടർ എടുക്കണം. പിന്നെ ആർക്കൊക്കെയാണ് ഈ IPS മോട്ടറിൻ്റെ ആവശ്യം, ഗെയിമേഴ്സിന് ഏത് മോട്ടറിൻ്റെ ആണ് ആവശ്യം, എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏത് മോട്ടറിൻ്റെ ആണ് ആവശ്യം എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം കറക്റ്റ് അറിഞ്ഞ് നിങ്ങൾക്ക് കൃത്യമായി എടുക്കണമെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ കാണും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിക്കാൻ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ ഓരോ ടെക്നോളജി വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അധികം സമയം കളയാതെ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നിങ്ങൾക്കറിയാം നമ്മൾ ഈ പി സി ഓർഡർ ചെയ്തു, ഇതിന്റെ പെരിഫറൽസ് ഓർഡർ ചെയ്തത് ട്രിവാൻഡ്രം ഗീക്ക് ബോക്സ് എന്നൊരു ടെക് സ്റ്റോറിൽ നിന്നാണ്. അപ്പോൾ അന്ന് അത് വന്ന ദിവസം, അന്ന് ഒരു 2 ആഴ്ച 3 ആഴ്ചയ്ക്ക് മുമ്പാണ്. അന്ന് വന്ന ദിവസം ഞങ്ങൾ എല്ലാത്തിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ആദ്യം തന്നെ പോയിട്ട് ആ അൺബോക്സിംഗ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വാ.
അതിനൊരു കുഴപ്പം പറ്റിയത് നമ്മുടെ ഗ്രാഫിക്സ് കാർഡിൽ നിന്ന് നമുക്ക് VGA പോർട്ടില്ല. അതിൻ്റെ നമുക്ക് കിട്ടിയ കേബിൾ ഒരു VGA കേബിളാണ്. സോ പിന്നെ ഒരു HDMI കേബിൾ വാങ്ങിച്ചു വേണം കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ HDMI to VGA കൺവേർട്ടർ വാങ്ങിക്കണം, എന്നാലും ഒരു HDMI കേബിൾ വാങ്ങിക്കണം. ഇത് കൺവേർട്ട് ചെയ്ത് കേബിൾ വഴിച്ചാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം എല്ലാം കൂടെ നോക്കിയപ്പോൾ HDMI കേബിൾ വാങ്ങിക്കാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇതിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന HDMI കേബിളാണ്. ആദ്യം നമുക്ക് ഇതിന്റെ ഡിസൈനിലേക്ക് വരാം. ഒരു ക്ലീൻ ഡിസൈനാണ്, സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് ഇത് വരുന്നത്. ഇത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ വളരെയധികം എൻഹാൻസ് ചെയ്യുന്ന ഒരു മോണിറ്ററാണ്. കാണാൻ വളരെ സ്ലിം ബസൽസ് ആണ് വരുന്നത്, തീരെ സ്ലിം ബസൽ, ഒരു ബസൽ ലെസ് മോണിറ്റർ എന്ന് പറയാം. തീരെ ചെറിയ ബസലുകളാണ്, നല്ല ലുക്കാണ് കാണാൻ. നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇത് എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോണിറ്ററിന്റെ സ്റ്റൈലിനെ കുറിച്ചാണ് ആദ്യം പറയേണ്ടത്. പിന്നെ ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്തെന്ന് വെച്ചാൽ വയർ മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടി മോണിറ്ററിന്റെ സ്റ്റാൻഡിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന പോലെ നമ്മുടെ പുറം സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് വയേഴ്സ് എടുക്കാൻ വേണ്ടി എക്സ്ട്രാ ഒരു ഹോൾ അവിടെ നൽകിയിട്ടുണ്ട്. അതുവഴി നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് വയർ പോകുന്നതാണ്. അല്ലാതെ സാധാരണ നമ്മൾ മോണിറ്ററെ കാണുന്ന പോലെ ഒന്നും വയർ വൃത്തിയായിട്ടൊന്നും നേരെ താഴോട്ട് കിടക്കുന്നത്. ഇതെല്ലാ വയറും കൂടെ ഒരു പൈപ്പിൻ്റെ അത്ര കയറ്റി കൊടുത്തില്ല, അതുപോലെ തന്നെ അറേഞ്ച് ചെയ്ത് കയറ്റി വിട്ട് അങ്ങനെയാണ് കാണാം. അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ വയർ ഒന്നും കാണാൻ കഴിയില്ല. അതാണ് എനിക്ക് കുറച്ചുകൂടി മോണിറ്റർ എടുക്കാനുള്ള ഒരു ഇത് കൂടിയ ഒരു ഇഷ്ടം കൂടിയ അതിൻ്റെ ഒരു ഫീച്ചറാണ്. പിന്നെ ഇതിൽ IPS ആണ് വരുന്നത്. IPS ആയതുകൊണ്ട് എനിക്ക് നല്ല ഒരു കളർ ഇതിനകത്ത് കിട്ടും. ഇതിനകത്തൊരു ബില്യൺസ് ഓഫ് കളേഴ്സ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരും. അപ്പം ഇത് ഒഫീഷ്യലി എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കൊരു IPS മോണിറ്ററാണ് എപ്പോഴും. കാരണം നമ്മൾ കളർ ഗ്രേഡ് ഒക്കെ ചെയ്യുമ്പോൾ ഈ മോണിറ്ററിൽ നിന്ന് നമ്മൾ ചെയ്ത് അത് വേറൊരു സംഭവത്തിലോട്ട് പോകുമ്പോൾ ഇതിനെക്കാട്ടി കൂടിയ വെർഷനോ ഇതിനെക്കാട്ടി കുറഞ്ഞ ടൈപ്പ് ഡിവൈസുകളിലേക്ക് പോയുമ്പോൾ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്യും. ചിലർ ഫോണിൽ കാണും, ചിലർ ലാപ്പിൽ കാണും, ചിലർ ഡെസ്ക്ടോപ്പിൽ കാണും. ഓരോരുത്തരുടെ പല മോണിറ്ററാണ്, ചിലവരുടെ LCD, LED, ചിലവരുടെ IPS തന്നെ. അപ്പോൾ ഈ IPS കളർ ഗ്രേഡ് ചെയ്താൽ പക്കാ കളറായിരിക്കും, അതിൽ തെറ്റ് വരത്തില്ല. പക്ഷെ നിങ്ങൾ LED കളർ ഗ്രേഡ് ചെയ്തിട്ട് അതൊരു IPS പോയ ഒരാൾ കാണുമ്പോൾ അതൊരു കളർ ഗ്രേഡിംഗ് ഒന്നും പക്കയായിരിക്കും, കളർ ഗ്രേഡിംഗ് തെറ്റായിരിക്കും. പിന്നീട് ഇതിലുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ IPS വൈഡ് വ്യൂയിങ് ആംഗിൾ ടെക്നോളജി ഉണ്ട്. അതായത് 1, 2, 3 അല്ലെങ്കിൽ കുറെ ആൾക്കാരുടെ റൂമിൽ ഇങ്ങനൊരു മോണിറ്ററിന്റെ ഫ്രണ്ടിൽ ഇരിക്കുക, ഒരു സിനിമ കാണുക അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുക. അന്നേരം ഇതിന്റെ എല്ലാ സൈഡിലും ഒരു 178 ഡിഗ്രി വരെ നല്ല കളർ റീപ്രൊഡക്ഷൻ ഈ മോണിറ്റർ കാണിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും നല്ല ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ഇച്ചിരി പേര് ഇവിടെ നിൽക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഈ മോണിറ്റർ നോക്കി ഒരു വീഡിയോ പ്ലേ ചെയ്താൽ അത് കാണാൻ കഴിയും. അപ്പൊ സിനിമയൊക്കെ കാണാനും ബെസ്റ്റ് ഒരു മോണിറ്ററാണ് ഇത്. പിന്നീട് മറ്റൊരു ഫീച്ചർ പറയണ്ടേ, ഇതിൽ ഒരു 8-bit കളർ ഡിസ്പ്ലേ ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മില്യൺസ് ഓഫ് കളറാണ് ഓരോ സെക്കൻഡിൽ കാണും. നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ക്വാളിറ്റി അതിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നതാണ്. അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ എൻഹാൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നീട് ഇതിന്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്നുള്ളത് സാധാരണ മോണിറ്ററിൽ കാണുന്ന പോലെയല്ല, ഇതിൽ മൾട്ടി മീഡിയ ടെക്നോളജി ഉണ്ട്. അതായത് ഇതിലൊരു VGA പോർട്ട് ഉണ്ട്, ഒരു DVA പോർട്ട് ഉണ്ട്, 2 HDMI പോർട്ട് ഉണ്ട്. അപ്പം 2 HDMI പോർട്ടൊക്കെ ഉള്ളത് കൊണ്ടും നിങ്ങൾക്ക് 2 HDMI പോർട്ട് കണക്ട് ചെയ്യാനുള്ള ഡിവൈസ് ഉണ്ടാക്കി. അപ്പോൾ ഒന്ന് നിങ്ങളുടെ PC മോണിറ്റർ കണക്ട് ചെയ്യും, ഒന്ന് സ്മാർട്ട് TV ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്യാം. 2 പോർട്ടുകളോട് നിങ്ങൾക്ക് മൾട്ടിമീഡിയ യൂസ് ചെയ്യാം, ഫാസ്റ്റ് ആയിട്ട് സ്വിച്ച് ചെയ്യാൻ കഴിയും. ഒരു റിമോട്ടിന്റെ പോലും ആവശ്യമില്ലാതെ ആ മോണിറ്ററിന്റെ അടുത്ത് ബട്ടൺസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് അടുത്ത ഒരു മൾട്ടിമീഡിയയിലോട്ട് പോകാൻ കഴിയുന്നതാണ്. പിന്നീട് ഇതിലുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് BenQന്റെ തന്നെ BenQ eye care ടെക്നോളജിയാണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന് മാക്സിമം കംഫോർട്ട് തരുന്ന പോലെയാണ് ഇതിന്റെ ഡിസ്പ്ലേ പോകുന്നത്. അത് നമ്മുടെ കണ്ണ് ഇറിറ്റേറ്റിംഗ് ആകില്ല, നമുക്ക് കുറച്ച് നേരം കൂടെ ഇതിൽ സ്പെൻഡ് ചെയ്യാൻ കഴിയും, നമ്മുടെ പ്രൊഡക്ടിവിറ്റി അവിടെ കൂടുതലുമാണ്. പിന്നീട് BenQന് ഈ മോണിറ്ററിന്റെ കാര്യത്തിൽ ഒരു TUV സർട്ടിഫിക്കേഷൻ തന്നെ കിട്ടിയിട്ടുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മുടെ കംഫോർട്ട് ലെവലിൽ ഓൾ ഇൻ വൺ മോണിറ്റർ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. എഡിറ്റിങ്ങിന് ഇത് യൂസ് ചെയ്യാം, അത്യാവശ്യം ഗെയിമിങ്ങിന് ഇത് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന് ദ ബെസ്റ്റ് മോണിറ്റർ ആയിട്ട് ഒരു സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് എന്നല്ല, ഇതൊരു ഫ്ലിക്കർ ഫ്രീ ആണ്. ഇതിൽ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ടെക്നോളജി ഉണ്ട്. അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഇപ്പം ലൈറ്റിന്റെ ഒരു ലെവൽ അനുസരിച്ച് ഇപ്പം എൻ്റെ ഓഫാണ്, കാരണം നമ്മളിപ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ സോഫ്റ്റ് ബോക്സ് ഒക്കെ വെച്ച് എൻ്റെ ഫേസിലായിരിക്കും ലൈറ്റ് വരുന്നത്, നമ്മുടെ സിസ്റ്റത്തെ ലൈറ്റ് ഇടിക്കില്ല. അപ്പം അത് ഇച്ചിരി ഡള്ളായിരിക്കും. അപ്പം നിങ്ങൾക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ആകുന്നില്ല അതിനകത്ത്. അതുകൊണ്ട് നമ്മൾ അത് ഓഫ് ചെയ്തിട്ടേക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓൺ ചെയ്യാം. നമ്മൾ ഷൂട്ടിങ് കഴിയുമ്പോൾ അത് ഓൺ ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്.
ലൈറ്റ് ഓൺ ആക്കുമ്പോൾ അതിന്റെ ഡെൻസിറ്റി കൂടും. നിങ്ങളുടെ ഫോണിലൊക്കെ കാണുന്ന ടെക്നോളജി തന്നെ ഓട്ടോ ബ്രൈറ്റ്നസ്, അത് തന്നെ സംഭവം, പക്ഷേ ഇത് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ഇരുട്ടത്തൂടെ ഒരു വണ്ടി പാസ് ചെയ്യുന്നത് നിങ്ങൾ കാണുക, പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഇരുട്ട് മാത്രമേ കാണത്തുള്ളൂ, ഒരു വണ്ടി പാസ് ചെയ്യുന്നത് കാണത്തില്ല. അങ്ങനെ തന്നെയാണ് ഈ മോണിറ്ററിനെ ബെൻക്യൂ അവതരിപ്പിച്ചേക്കുന്നത്. ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ ഒരു മോണിറ്റർ എന്ന് അവർ ഒരാൾ നോക്കുന്നതാണ്. ഇത് ഹെഡ് നോക്കുമ്പോൾ CCTV ഫുട്ടേജ് പരിശോധിച്ചപ്പോൾ അവിടെ വണ്ടി പോകുന്നില്ല. പക്ഷേ ആ ഹെഡിന് തൊട്ട് താഴെയുള്ള ആൾ ചെന്ന് ചോദിച്ചു. അന്നേരം അവർ ആ മോണിറ്റർ ബെൻക്യൂവിൻ്റെ മോണിറ്ററിൽ കൂടെ വണ്ടി പോകുന്നത് കണ്ട് ആ ഹെഡിനെ വിളിച്ചോണ്ട് വന്ന് ബെൻക്യൂവിൻ്റെ മോണിറ്റർ കാണിച്ചു. അന്നേരം ആ ഹെഡ് പറഞ്ഞു, എനിക്കും ഇങ്ങനത്തെ ഒരു മോണിറ്റർ എൻ്റെ ഓഫീസിൽ വാങ്ങിച്ചു വെക്കണം. അപ്പം ഈ മോണിറ്റർ അഡാപ്റ്റീവ് ടെക്നോളജി ഉള്ളതുകൊണ്ട് ഇരുട്ടത്ത് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു നമുക്ക് ക്ലിയർ ആയിരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞിട്ട് അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് തരും. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. സാധാരണ മോണിറ്റർ അങ്ങനെയല്ല, LED മോണിറ്റർ ആയാലും LCD മോണിറ്റർ ആയാലും അതൊന്നും അങ്ങനെയല്ല. IPS LED കാണുന്നുണ്ട്, പക്ഷേ ഈ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ടെക്നോളജിയോട് നോക്കി അങ്ങനെ നിങ്ങൾ LED മോണിറ്റർ എടുക്കുകയാണ്. പിന്നീട് ലോ ബ്ലൂ ലൈറ്റ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ കണ്ണിൻ്റെ ഇറിറ്റേഷൻ, നമ്മൾ ഡാർക്ക് വർക്ക് ചെയ്യുമ്പോൾ കണ്ണിൻ്റെ ഇറിറ്റേഷൻ മാറ്റാൻ വേണ്ടി നമുക്ക് കുറച്ചു നേരം കൂടെ അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഒക്കെയാണ് അങ്ങനെ ഒരു ഫീച്ചറും കൂടെ അത് നൽകിയിരിക്കുന്നത്. പിന്നെ ഇതൊരു എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മോണിറ്ററുമാണ്. അതായത് ഇതിന് TOCയുടെ 7 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്, എനർജി ലെവലിലും 7 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല മോണിറ്ററാണ്, അധികം എനർജി കൺസപ്ഷൻ ഒന്നും എടുക്കാത്ത നല്ലൊരു മോണിറ്ററാണ്. ഈ മോണിറ്ററാണ് ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും അഡ്വൈസ് ചെയ്യുന്നത്. അതായത് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലാകട്ടെ, വേറെ വേറെ സ്കൂള് പോലെ ഹോസ്പിറ്റൽ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാകട്ടെ, ചെറിയ ചെറിയ ഓഫീസുകളാകട്ടെ, എല്ലായിടത്തും ഇതാണ് ബെസ്റ്റ്. കണ്ണിന് കുഴപ്പമില്ല, നമുക്ക് സ്ട്രെയിൻ ഇല്ല, അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ഉണ്ട്, പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല, കുറേ അധികം ഫീച്ചറുണ്ട്. നമ്മുടെ കണ്ണിന് സേഫ്റ്റി മാക്സിമം നോക്കിയിട്ടുണ്ട്. IPS ആയിട്ടെല്ലാം ക്ലിയർ ആണ്, നമ്മുടെ കളർ കറക്ഷൻ ഒക്കെ പക്കയാണ്, നല്ല വ്യൂയിങ് ആംഗിൾ ഇതിനുണ്ട്. അപ്പം എല്ലാം കൊണ്ടും ബെസ്റ്റാണ്. എനർജി ഇച്ചിരി വലിക്കത്തുള്ളൂ, പവർ കൺസപ്ഷൻ ഒക്കെ കുറവാണ്. അപ്പം നല്ല ബെസ്റ്റായിട്ടൊരു മോണിറ്ററാണ്. അപ്പോൾ ഗൈസ്, പിന്നെ ഞാൻ എന്തുകൊണ്ട് ഈ മോണിറ്റർ എടുത്തു എന്ന് ചോദിച്ചാൽ, നമ്പർ 1 ഇതിൽ IPS പാനലാണ്. പിന്നെ നമ്പർ 2 ഇതിൻ്റെ വയർ മാനേജ്മെൻറ്റ്. നിങ്ങൾ നേരത്തെ കണ്ട പോലെ ആ ബാക്ക് സൈഡിൽ എൻ്റെ സ്റ്റാൻഡിൽ തന്നെയുള്ള ഒരു വയർ മാനേജ്മെൻറ്റിന് ഒരു എക്സ്ട്രാ നല്ല രീതിക്ക് വയർ മാനേജ് ചെയ്യാൻ കഴിയുന്നതാണ്. ആ ഒരു സിംഗിൾ ഐറ്റം വന്നുകൊണ്ട് തന്നെ എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ കളർ ഗ്രേഡൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് IPS മോണിറ്ററായിട്ട് നല്ല പക്കയായിട്ട് എഡിറ്റിങ്ങിന് IPS ആണ് ബെസ്റ്റ് എന്ന് പറയും. അപ്പം അതൊക്കെയാണ് ഞാൻ ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം. എനിക്കിത് ബെസ്റ്റായിട്ട് തോന്നി. വലിയ പ്രൈസ് ഒന്നുമില്ല. ഇത് നമ്മൾ ഗീക്ക് ബോക്സ് ഓർഡർ ചെയ്യാം. വേണമെങ്കിൽ ഞങ്ങൾക്ക് ഗീക്ക് ബോക്സിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അതിൽ കയറി നിങ്ങൾ മോണിറ്റർ സെക്ഷനിൽ പോയിട്ട് ഈ മോണിറ്റർ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ മോണിറ്ററിൻ്റെ ലിങ്ക് തന്നെ ഇട്ടുവാണെങ്കിൽ അതൊന്നും താഴെ കൊടുത്തേക്കാം, രണ്ടും താഴെ കൊടുത്തേക്കാം, ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങുക. ഇതാണ് ബെസ്റ്റ് മോണിറ്റർ. പക്ഷേ പ്രൈസ് വൈസ് നോക്കുമ്പോൾ ഇപ്പോഴും IPS മോണിറ്റർ ഇച്ചിരി പ്രൈസ് കൂടുതലാണ്. അപ്പോൾ IPS മോണിറ്ററെ കുറിച്ച് പറയുകയാണെങ്കിൽ IPS ബെസ്റ്റാണ്. ഓൾ ഇൻ വൺ മോണിറ്റേഴ്സിലാണ് IPSനെ പെടുന്നത്. അപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ ബെൻക്യൂവിലെ ഇതിൽ സ്പെസിഫിക് ആയിട്ട് പറയാൻ കാരണം IPS തന്നെയല്ല, ഇതിൽ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ടെക്നോളജി, ലോ ബ്ലൂ ലൈറ്റ് ടെക്നോളജി, അങ്ങനെ കുറേ ഐറ്റംസും ഇതിൽ കുറേ സർട്ടിഫിക്കേഷനും പവർ കൺസപ്ഷൻ കുറവ്. അതുകൊണ്ടാണ് എനിക്ക് ഈ മോണിറ്റർ ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഗെയിമിങ്ങിന് നിങ്ങൾ യൂസ് ചെയ്യുന്ന മോണിറ്റർ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ TN പാനലുള്ള മോണിറ്റർ അല്ലെങ്കിൽ IPS മോണിറ്റർ. IPS മോണിറ്ററിലേക്ക് വരുമ്പം പ്രൈസ് കൂടുതലാണ്, നിങ്ങൾക്ക് റിഫ്രഷ് റേറ്റ് ഇച്ചിരി കുറവായിരിക്കും. അത് പഴയ IPSന്, ഇപ്പോഴത്തെ പുതിയ IPSനൊക്കെ റിഫ്രഷ് റേറ്റ് അത്യാവശ്യം നല്ലോണം കിട്ടുന്നുണ്ട്. പഴയ IPS മോഡലുകൾക്ക് റിഫ്രഷ് റേറ്റ് കുറവായിരിക്കും. TNലേക്ക് വരുമ്പം ചീപ്പാണ്, റിഫ്രഷ് റേറ്റ് കാണും, കുഴപ്പമില്ല. പക്ഷേ വ്യൂയിങ് ആംഗിളും കാര്യങ്ങളും എല്ലാം കുറവായിരിക്കും. അപ്പം വ്യൂയിങ് ആംഗിളും കാര്യങ്ങളും ഇപ്പം ഇതിൽ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. IPS പാനലിൽ റിഫ്രഷ് റേറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ പ്രൈസ് ഇച്ചിരി കൂടുതൽ എടുത്ത് വാങ്ങിച്ചാൽ IPS പാനൽ ഈസ് ഓൾവേസ് ബെസ്റ്റ് ഫോർ ഗെയിമിംഗ്. എഡിറ്റിങ്ങിനായി പറയുകയാണെങ്കിൽ IPS തന്നെയാണ്. നിങ്ങൾ ഗൂഗിൾ പേ സെർച്ച് ചെയ്ത് നോക്കുക, IPS ആണ്, എല്ലാ IPS ആണ്. IPSലാണ് ഫോട്ടോ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, ഗെയിമിംഗ്, അങ്ങനെ നമ്മൾ നോർമൽ യൂസുകൾ എല്ലാം IPS ആണ്. IPSന്റെ കൂടെ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞ കുറേ ടെക്നോളജി ഉൾപ്പെടുത്തി വയർ മാനേജ്മെന്റ് നല്ല ക്ലീൻ ആയിട്ട് ചെയ്യാം, കണ്ണെല്ലാം നല്ല പക്കയായിട്ടിരിക്കുന്നു, കുറച്ച് പവർ കൺസപ്ഷൻ കുറവുണ്ട്. അന്നേരം ഓഫ് കോഴ്സ് ബെൻക്യൂവിൻ്റെ മോണിറ്റർ തന്നെയാണ് ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും നിങ്ങൾ ഏത് മോണിറ്റർ ചൂസ് ചെയ്യണം. നിങ്ങൾ ഒരു PC ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ മോണിറ്റർ യൂസ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. ഹോണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയനാണ്. യൂസ് ചെയ്ത് വെച്ച് എനിക്ക് ഒരു പ്രശ്നവും ഇത് തോന്നിയിട്ടില്ല. നല്ലോണം ടൈം ഇത് സ്പെൻഡ് ചെയ്യാൻ പറ്റും, കാരണം കണ്ണിന് ഇറിറ്റേഷൻ ഇല്ല. സ്പെക്സ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഇത് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്.
അപ്പം അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ മോട്ടർ കൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ലോണം വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളെ എത്തിക്കാൻ സാധിക്കുന്നത്, നല്ല പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാൻ സാധിക്കുന്നത്. അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, സരിക്കുന്ന ബെല്ലേക്ക് ഞെക്കുക. ഞങ്ങൾ ഓരോ ടെക്നോളജി വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഈ പി സി ബിൽഡ് ചെയ്യുന്നത് ഗീക്ക് ബോക്സിൽ നിന്നാണ്. ഇതിന്റെ പെരിഫറൽസ് എല്ലാം വാങ്ങിച്ചത് ഗീക്ക് ബോക്സിനാണ്. സോ ഷൗട്ട് ഔട്ട് ഗീക്ക് ബോക്സ്. ഗീക്ക് ബോക്സിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ പി സിയുടെ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഐ ബട്ടൺ ഇപ്പം മറക്കല്ല, ഐ ബട്ടൺ ഞാൻ ആദ്യം പറഞ്ഞത്, ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പം തന്നെ പോയി കാണുക. താങ്ക് യു ഫോർ ദ സപ്പോർട്ട് ഫോർ ദാറ്റ് വീഡിയോ. ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയ്ക്ക് 1K മുകളിൽ റീച്ച് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ, നമുക്ക് വ്യൂസ് അല്ല സബ്സ്ക്രൈബും വേണം. എല്ലാവരും തീർച്ചയായിട്ടും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് കുറച്ചുകൂടെ എക്സൈറ്റ്മെന്റ് കൂടും. അപ്പോൾ നമുക്ക് പി സി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ചെയ്യുന്നതാണ്. ഞാൻ വേണമെങ്കിൽ ഇൻസ്റ്റാൾഡ് സോഫ്റ്റ്വെയറുകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതാണ്. പിന്നെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് നടത്താവുന്നതാണ്. അപ്പം ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാം കഴിക്കുക. പിന്നെ നമ്മുടെ കീബോർഡ് മൗസിന്റെ കോമ്പോ, പിന്നെ മൗസ് പാഡ്, നിങ്ങൾ കുറച്ച് പെരിഫറൽസും കൂടെ ബാക്കിയുണ്ട്. അതിന്റെ റിവ്യൂ ഈ ചാനൽ തന്നെ വരുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ ബെല്ലൊക്കെ ഞെക്കുക. ഞങ്ങളുടെ ഓരോ ടെക്നോളജി വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയുള്ള എൻ്റെ വീഡിയോ എക്സ്പീരിയൻസ് തോമസ് സൈൻ ഔട്ട്.